ഞങ്ങൾ പോയത് ബ്രിഡ്ജ് ഓഫ് പീസിലോട്ടായിരുന്നു. അത് ട്യൂബിലിസി തന്നെ ഉള്ളതാണ്. ഗ്ലാസും സ്റ്റീലും ഒക്കെ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ബ്രിഡ്ജ് ഒരു ബോയുടെ ഷേപ്പാണ്. പെണ്ണുങ്ങളൊക്കെ വെക്കത്തില്ലേ, ഒരു ബോയുടെ ഷേപ്പാണ്. എനിക്ക് തോന്നിയ ഒരു വേവിന്റെ ഒരു ഷേപ്പായിട്ടാണ്. 2010 ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഏത് പാക്കേജ് വന്നാലും അവരിത് അതിന്റെ ബ്രിഡ്ജിൽ കുറെ ടീംസ് നിന്ന് റീൽസും ടിക്ടോക്കും വീഡിയോസും ഡാൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിന്റെ ബോക്സ് ഒക്കെ. പിന്നെ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ട് ആയതുകൊണ്ട് എനിക്ക് എന്റെ കലാവസനം മൊത്തം പുറത്തെടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ അവരുടെ കൂടെ കൂടിയില്ലാന്ന്. വിഷമമുണ്ട്. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ ഒരു തരം ആവേശ കമ്മിറ്റിയാണ്. ഞാൻ എല്ലാ അലമ്പിനും കാണും. പിന്നെ ഞാൻ എല്ലാ ഡാൻസ് പരിപാടിക്കും കാണും. ഡാൻസ് ഒന്നും അറിയത്തില്ലെങ്കിലും കയറി തുള്ളുന്ന ഒരു വൈബല്ല. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് വന്ന് പിന്നെ ബാത്റൂമിലെ സാധനങ്ങളുടെ ഒരു അൺബോക്സിംഗും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? രസമല്ലേ? തേവാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് ഫിനിക്കല റെയിൽവേയിലോട്ടായിരുന്നു. സംഭവം എന്തെന്ന് വെച്ചാൽ അതൊരു ട്രെയിനാണ്, ഒരു ബോഗിയേ ഉള്ളൂ. സിറ്റിയിൽ നിന്ന് മൗണ്ടൈനിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ. പക്ഷേ അത് നേരെയല്ല പോന്നേ, കുത്തനെയാ പോന്നേ. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അവിടെ ചെല്ലുവാണെങ്കിൽ അതൊരു മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങൾക്ക് ഒരാൾക്ക് 27 ലാറിയാണ് അതിനായത്. അപ്പോൾ ഒന്ന് കണക്ക് കൂട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ നിന്ന് ജോർജിയൻ ടിബ്ലിസിയുടെ വ്യൂവും പിന്നെ കുറേ റൈഡ്സും വാട്ടർ പാർക്കും പിന്നെ പ്രകൃതി മനോഹാരിതയും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ കുറേ ഫുഡ് സ്റ്റാളും ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കും. ഇടയ്ക്ക് വെച്ച് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വഴി തെറ്റി. പക്ഷെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ പള്ളികളൊക്കെ കാണാൻ പറ്റിയത്. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അതെല്ലാം കാണാനും. ഈ ഫിനിക്ലാറിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നേരെയാ പോകുന്നതെന്ന്. അല്ല, ഇത് ചരിഞ്ഞ കുത്തനെ. കുറച്ച് വീഡിയോസ് ഒക്കെ വേറൊരു ചേട്ടൻ്റെ തോണ്ടിയതാ. എൻ്റെ ഫോൺ അതിൻ്റെ ഇടയ്ക്ക് ചത്തായിരുന്നു. തിരിച്ചിതിൽ വന്നപ്പം ജോലി കഴിഞ്ഞ് വരുന്ന കുറേ ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡെയിലി പോകുന്നതാണ് ഇതിൽ. പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ 10:30 ശേഷം ചെന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റും ഇല്ല. അവസാനം ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സിനമൺ റോളും മേടിച്ച് കഴിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.